വീണ്ടും ഹ്രസ്വകാല വൈദ്യുതി കരാറിലൂടെ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ നീക്കവുമായി KSEB. പീക്ക് സമയത്തെ ആവശ്യകത നിറവേറ്റാൻ ഹ്രസ്വകാല കരാർ അനിവാര്യമാണ് എന്നാണ് KSEB വാദിക്കുന്നത്. നേരത്തെ ദീർഘകാല കരാറുകൾ റദ്ദാക്കിയതിലടക്കം വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴാണ് പുതിയ നീക്കം. വീണയാണ് വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. വീണ, ഇപ്പോൾ ഈ ഹ്രസ്വകാല കരാറുകൾ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് KSEB എന്ത് രീതിയിലുള്ള വിശദീകരണമാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത്? ഗൗതം, ഗോപിക, നമുക്കറിയാം ഇപ്പോൾ ഒരു വേനൽ സമയം ആണെങ്കിൽ പോലും വേനൽ മഴ ലഭിക്കുന്നത് ചൂടിന് ആശ്വാസം ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും വൈദ്യുതി ഉപയോഗത്തിന് കുറവ് വന്നിട്ടില്ല എന്നുള്ളൊരു ന്യായീകരണമാണ് KSEB അറിയിക്കുന്നത്. അതിനാൽ തന്നെ ഇനിയുള്ള മാസങ്ങളിൽ, അതായത് അടുത്ത മാസം മുതൽ ഈ വർഷം അവസാനം വരെ വൈദ്യുതി ഉപയോഗം കൂടുമെന്നും അത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പോകുന്നതിനാൽ തന്നെ ഹ്രസ്വകാല കരാറിൽ വൈദ്യുതി വാങ്ങാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നൊരു വിശദീകരണമാണ് KSEBയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിനാൽ തന്നെ വൈദ്യുതി വാങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു പോംവഴി എന്നാണ്. ഈ സാഹചര്യത്തിലാണ് വൈദ്യുതി ഉപയോഗം കൂടുന്ന സാഹചര്യത്തിൽ പുറത്തുനിന്ന് വാങ്ങി വൈദ്യുതി ലഭ്യത ഉറപ്പുവരുത്തുക എന്ന സാഹചര്യമാണ് മുന്നിലുള്ളതെന്നാണ് KSEB നൽകുന്ന വിശദീകരണം. ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെ ഹ്രസ്വകാല കരാറിന്റെ അടിസ്ഥാനത്തിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുമെന്ന് അറിയിക്കുന്നു. ജൂൺ 15 മുതൽ 30 വരെ 300 മെഗാവാട്ടും അതിന് ശേഷമുള്ള മാസങ്ങളിൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ 400 മെഗാവാട്ടിലും അല്ലെങ്കിൽ 300 മെഗാവാട്ടിൽ തന്നെ വൈദ്യുതി വാങ്ങുമെന്നാണ് അറിയിക്കുന്നത്. ബാക്കിയുള്ള മാസങ്ങളിൽ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ 500 മെഗാവാട്ടിലായിരിക്കും ഹ്രസ്വകാല കരാറ് പ്രകാരം വൈദ്യുതി വാങ്ങുമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് KSEB എത്തിയിരിക്കുന്നതെന്നാണ് അറിയിക്കുന്നത്. ഈ മാസങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മെയ് മാസം അവസാനം ഇടവപ്പാതി കാലവർഷം മഴ എത്തുന്നതോടുകൂടി വൈദ്യുതി ഉപയോഗം പകൽ സമയങ്ങളിലുള്ള വൈദ്യുതി ഉപയോഗം കുറയുമെന്നും അത് പീക്ക് സമയങ്ങളിലും വൈദ്യുതി ഉപഭോഗങ്ങളിൽ നേരിയ കുറവ് വരുമെന്നുള്ള പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും അത് മറ്റ് സമയങ്ങളിലടക്കം വൈദ്യുതി ഉപയോഗം കൂടുമെന്നാണ് കരുതുന്നത്. അതിനാൽ തന്നെ വൈദ്യുതി വാങ്ങാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് KSEB പറയുന്നത്. ഡിസംബർ വരെ ഇത്തരത്തിൽ വൈദ്യുതി വാങ്ങുമെന്ന് അറിയിക്കുന്നുണ്ട്. നേരത്തെ ദീർഘകാല കരാറുകൾ നിലനിന്നിരുന്നു. ആ ദീർഘകാല കരാറടക്കം റദ്ദാക്കിയ സാഹചര്യമുണ്ട്. റെഗുലേറ്ററി കമ്മീഷൻ അത്തരത്തിലുള്ളൊരു തീരുമാനം എടുത്തത് കൊണ്ടാണ് ഇപ്പോൾ ഹ്രസ്വകാല കരാറ് നടപ്പാക്കാൻ നിർബന്ധിതരാകുന്നു എന്നാണ് KSEB പറയുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാതെ നിവർത്തിയില്ല എന്നുകൂടി പറയുന്നുണ്ട്. ഈ ഓഫീസുകളിലും മാത്രമല്ല വീടുകളിലടക്കം ഈ കഴിഞ്ഞ മാസങ്ങളിൽ വൈദ്യുതി ഉപയോഗം കൂടിയൊരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെയാണ് വൈദ്യുതി വാങ്ങുവാനുള്ളൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നതെന്ന് കൂടി പറയുന്നുണ്ട്. പക്ഷെ അത് എത്ര നിരക്കിലായിരിക്കും യൂണിറ്റിന്റെ കണക്ക് അല്ലെങ്കിൽ എത്ര രൂപയായിരിക്കും നൽകുന്നത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു വ്യക്തതയില്ല. കൂടാതെ തന്നെ നിലവിൽ ഉപഭോക്താക്കളിൽ നിന്ന്, അതായത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവരിൽ നിന്ന് നിലവിൽ വലിയ തുകയ്ക്ക് വൈദ്യുതി വാങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഗൗതം, ഗോപിക.